രാജസ്ഥാനിലെ ഉദയ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മനോഹരമായ ഒരു മൺസൂൺ പാലസ് നിലകൊള്ളുന്നുണ്ട്. അവിടെ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ദീർഘദൂരം യാത്ര ചെയ്തെങ്കിൽ മാത്രമാണ് ഒരു മലയുടെ മുകൾ ഭാഗത്തായിട്ട് നിലകൊള്ളുന്ന ഈ ഒരു രാജകീയമായ കൊട്ടാരത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ തന്നെ അതിന് വേണ്ട ക്രമീകരണങ്ങളെല്ലാം ചെയ്തു തരുന്നുണ്ട്. ഒരു ടാക്സി കൃത്യമായിട്ടുള്ള നിരക്കിൽ ആ ഒരു പ്രവേശന കവാടത്തിങ്കിൽ നിന്ന് ആരംഭിച്ച് മലമുകളിലേക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് യഥേഷ്ടം ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഇവിടെ എത്തിച്ചേരുവാൻ സാധിക്കും. അത് ഗവൺമെൻറ് നിരക്കിൽ തന്നെ. അതിൻ്റെ ആഹ്ലാദ പ്രകടനങ്ങളാണ് കുട്ടികളും മുതിർന്നവരും ഒക്കെ ഈ ഒരു പാലസിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. 18-ാം നൂറ്റാണ്ടിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ 1883 മഹാറാണ സൈജൻ സിംഗ് മഹാരാജാവാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഈ ഒരു പാലസിൻ്റെ നിർമ്മിതി ആരംഭിക്കുകയും പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുന്നത്. ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോവുകയായിരുന്നു, അന്നത്തെ കാലഘട്ടത്തിൽ കാട് പിടിച്ചിരുന്ന ഈ ഒരു സ്ഥലത്ത് ഇതുപോലെ മനോഹരമായ ഒരു പാലസ് നിർമ്മിക്കുവാൻ സാധിക്കുമെന്നുള്ള കാര്യം എങ്ങനെ ആ ഒരു വ്യക്തിക്ക് തോന്നി എന്നുള്ള കാര്യം. അതുമാത്രമല്ല, ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഈ ഒരു കാലഘട്ടത്തിൽ ഇത്ര ബൃഹത്തായ ഒരു പാലസ് നിർമ്മിക്കുന്നതിന് വേണ്ടി എത്രമാത്രം അഹോരാത്രം ഇതിനു വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പോലും ഞാൻ ഓർത്തു പോവുകയാണ്. ഈ ഒരു കൊട്ടാരത്തിനുള്ളിൽ തന്നെ ഏതാനും ഭാഗം ഈ ഒരു കൊട്ടാരവുമായി ബന്ധപ്പെട്ട ചരിത്ര രേഖകൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഇവിടെ എത്തിച്ചേരുന്ന ഏതൊരു വിനോദസഞ്ചാരിക്കും യഥേഷ്ടം ഈ ഒരു കൊട്ടാരത്തിൻ്റെ നിർമ്മിതി എങ്ങനെയാണ് നടത്തിയതെന്നും എങ്ങനെയാണ് പൂർത്തീകരിച്ചതെന്നും ആരാണ് പൂർത്തീകരിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല, പഴയ ഫോട്ടോ രേഖകളൊക്കെ ഇതിനുള്ളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് ഇവിടെ എത്തിച്ചേരുന്ന ടൂറിസ്റ്റുകൾക്ക് ഏറെ ഉപകാരപ്രദമായ കാര്യം തന്നെയാണ്. ഈ ഒരു കൊട്ടാരത്തിൻ്റെ പ്രവേശന ഭാഗത്ത് തന്നെ ഇതുപോലെ ഒരു കുളം, അമ്പൽക്കുളം നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നിരിക്കുന്നവരൊക്കെ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുന്നതാണ് വീഡിയോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത് കുട്ടികൾ മാത്രമല്ല മുതിർന്നവർ പോലും ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കൊട്ടാരത്തിൻ്റെ താഴ്വാരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത്തരണത്തിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മനോഹരമായ ദൃശ്യഭംഗികൾ, അതും വേനൽക്കാലമായതുകൊണ്ട് ഇത്തരണത്തിൽ കാണപ്പെടുന്നു. ഇപ്പം മഴയുള്ള സമയമാണെങ്കിൽ തീർച്ചയായിട്ടും അതിമനോഹരമായ കാഴ്ചയായിരിക്കാം ഈ ഒരു പ്രകൃതി പോലും ഈ ഒരു കൊട്ടാരത്തിന് സമ്മാനിക്കുന്നത്.